എല്ലാവർക്കും വോളിയം പ്രൊഫൈലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 2, 2026 ചൊവ്വാഴ്ചയായിരുന്നു. നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നിഫ്റ്റിയിലേക്ക് പോകുന്നതിന് മുന്നേ ഗോൾഡിൽ കുറച്ച് ലെവൽസ് തരാം. ഇപ്പോൾ ഗോൾഡിൽ പുതിയൊരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ബൈ പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ ലെവലിൻ്റെ മേലെ ക്ലോസ് കിട്ടി തിരിച്ച് റീടെസ്റ്റിൽ നിങ്ങൾക്ക് ബൈ നോക്കാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു 3 പോയിന്റ് SL ആണ് വരിക. മാർക്കറ്റ് ഇപ്പോൾ സെക്കൻഡ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് വരും. ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാം. ഒരു 3 പോയിന്റ് SL ആണ് വരിക. നമ്മൾ രാവിലെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 97 ഇന്നലെ കൊടുത്ത ലെവലാണ്. ഈ ഒരു ലെവലിൽ നമുക്ക് സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 10-30 പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ലെവലിന്റെ മേലെ നമ്മൾ ഇന്ന് ഏകദേശം 03-ൽ നമ്മൾ ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 10-30 പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ട്രേഡ് നമുക്ക് പ്രോപ്പറായി കിട്ടി. അതിനുശേഷം മാർക്കറ്റ് ഫുള്ളി സൈഡ് വൈസ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഒരു മൂവ് ഇല്ല, പക്ക സൈഡ് വൈസ് ആണ്. ആകെ ഉണ്ടായിരുന്ന 2 മൂവ് ആയിരുന്നു. രാവിലെ ഉണ്ടായിരുന്ന സെല്ലും അതിനുശേഷം വന്ന ബൈയും ഇത് രണ്ടും നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ടെലിഗ്രാമിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഈ ലെവൽസ് ആണ് മാർക്ക് ചെയ്ത് വെക്കുക. ഈ ലെവലിലെ ലോജിക് അനുസരിച്ച് ട്രേഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഞാൻ നിഫ്റ്റിയിലേക്ക് പോവാം. നിഫ്റ്റിയിൽ എക്സ്പയറി ആയിരുന്നു. നമ്മൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ ലെവൽസ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസുകൾ പറയാം. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ലെവൽസിൽ കൊടുത്തതനുസരിച്ചാണ് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ, അല്ലാതെ സമയത്ത് ഞാൻ ട്രേഡ് ചെയ്യാറില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വോളിയം പ്രൊഫൈലിൽ കൊടുത്ത ലെവൽസ് എന്ന് പറയുന്നത് ഈ 60 to 70 ലെവൽസ് ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആ ലെവലിൽ വന്ന സമയത്ത് വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസ് എന്ന് പറയുന്നത് ഈ 60 to 70 ലെവലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 23,500 പുട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെവല് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഇന്നലെ രാത്രി ഏകദേശം 10:30ക്കാണ് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ആ ലെവലിൽ 69 വന്നു. മാർക്കറ്റ് 85 വരെ വന്നു. അതിനുശേഷം ഇതിന്റെ താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഏകദേശം ഇത് ലെവൽ ബ്രേക്ക് ചെയ്ത് 1 മണിക്കാണ്. 1 മണിക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു കോൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കോളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 45 മുതൽ 122 വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ആ ലെവൽ ബ്രേക്ക് ചെയ്തു. ആ ലെവൽ റീടെസ്റ്റ് വന്ന സമയം എന്ന് പറയുന്നത് 3 മണിക്കാണ്. വീണ്ടും ആ 60 to 70 വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 3 രൂപയുള്ള പ്രീമിയം, 3-4 രൂപയുള്ള പ്രീമിയം ഏകദേശം 43 വരെ പോയിട്ടുണ്ട്. ഏകദേശം എന്ന് പറയുമ്പോൾ ഒരു 4,000-5,000 റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 10-35,000 നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഓക്കെ, ആ ലെവൽസ് മാത്രം വെച്ചിട്ട്, കാരണം ഈ ലെവൽസ് മാത്രമാണ് ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കാരണം ഇത് ഞാൻ പറഞ്ഞത് ഇതിന്റെ റീടെസ്റ്റിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. കോൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 4 രൂപയുള്ള കോളാണ് 40-44 വരെ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഏകദേശം ബ്രേക്ക് ചെയ്ത സമയത്ത് 45 രൂപയുള്ള പ്രീമിയം ഏകദേശം 122 വരെ പോയിട്ടുണ്ടായിരുന്നു കോളിൻ്റെത്. ഓക്കെ, അതേപോലെ പുട്ടിന്റെ ട്രേഡ് എന്ന് പറയുന്നത് ഈ ലെവലിൽ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം. ഈ 432 to 406 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാപ്പ് ഏരിയ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രേഡ് ചെയ്ത SL എവിടെയാണെന്ന് വെച്ച് 406 അല്ലെ. അതേപോലെ തന്നെ ഞാൻ രാത്രി ഇന്നലെ 10:00 മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽ ഇമ്പോർട്ടന്റ് ആണ്, ഈ ലെവൽ ഹെവി ആയിട്ട് വർക്ക് ചെയ്യും, കാരണം ഇത് ട്രാപ്പ് ഏരിയ ആണ്. അവിടുന്ന് മാർക്കറ്റ് ഏകദേശം 150 പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. 150 പോയിന്റ് എങ്ങനെയാണ് കിട്ടിയത്, അവിടെ എങ്ങനെ ബുക്ക് ചെയ്യുന്നുള്ള ചോദ്യം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരും. എങ്ങനെ ബുക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ലെവൽ നമ്മൾ ലെവലിൽ റെസിസ്റ്റൻസ് എടുത്ത സമയമാണ് ഈ ഒരു ലെവൽ. ഓക്കെ, ആ ലെവൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 150 പോയിന്റ് കിട്ടുന്നതായിരിക്കും. കാരണം നമ്മുടെ ലെവലിൽ താഴ്ന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ്, റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യും. അപ്പോൾ ആ ജസ്റ്റ് 23,500 പുട്ട്, അതേപോലെ 24,000 പുട്ട്, ഈ 2 പുട്ടിന്റെ ചാർട്ട് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. 2 ലെവൽസ് ഇവിടെയും അവിടെ 2 ലൈൻസ് ആണ് ആ കൊടുത്തിട്ടുള്ളത്. അത് വെച്ച് തന്നെ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് നിങ്ങൾ ഇന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അതേപോലെ ലൈവിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറയുന്നത് വോളിയം പ്രൊഫൈലിൽ ട്രാപ്പ് സെറ്റപ്പ് ഉണ്ട്. നമുക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഓൾമോസ്റ്റ് 1 hour എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് ട്രാപ്പ്. അതിന്റെ ട്രാപ്പ് സെറ്റപ്പ് ആയിരുന്നു ഈ ഒരു ലെവല്. സ്വാഭാവികമായിട്ട് മാർക്കറ്റ് സെല്ലിംഗ് പോയ മാർക്കറ്റ് ബൈയിങ്ങിലേക്ക് വന്ന ഏരിയാസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ താഴെ മാത്രമാണ് പുട്ടെടുത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, ഇതിന്റെ മേലെ എടുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്യാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോണ്ട് ഹോൾഡ് എനി പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മാർക്കറ്റ് ട്രാപ്പ് സെറ്റപ്പിന്റെ മേലെയായിരുന്നു. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 12:45 അല്ലെ 12:30 കോളിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം മൂവ്. ഓക്കെ, ഏകദേശം എന്താണ് 3 രൂപയുള്ള പ്രീമിയം ആണ്. ഏകദേശം എന്താണ് 123 വരെ പോയിട്ടുള്ളത്. ഏകദേശം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 3,000-4,000 രൂപ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1 lakh, ഓക്കെ 1 lakh അല്ല, ഒരു 1,20,000 നിങ്ങൾക്ക് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3,000-4,000 റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 1 lakhന് മേലെ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടാവും. ഏകദേശം ഒരു 3,000-4,000 നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ. ഓക്കെ, അതാണ് നമ്മൾ ട്രാപ്പ് സെറ്റപ്പിൽ കൊടുത്ത ലെവൽസ്. അപ്പോൾ ഇത്രയും ലെവൽസ് മാത്രമാണ് ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ,
അപ്പോൾ ആ ലെവൽസ് വെച്ച് തന്നെ എത്രത്തോളം 2 സ്ട്രൈക്കിന്റെ 2 ലെവൽസ് ആണ്, വേറെ ഒന്നും നോക്കാതെ 2 സ്ട്രൈക്കിന്റെ 2 ലെവൽസ് വെച്ച് തന്നെ എത്ര പ്രോഫിറ്റ് ഇന്ന് കിട്ടുന്നു ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. പിന്നെ ഗോൾഡിൽ ഈ ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈ സെറ്റപ്പ് നോക്കണമെങ്കിൽ ഈ ലെവലിന്റെ മേലെ മാർക്കറ്റ് പോയതിനു ശേഷം റീടെസ്റ്റിൽ ബൈ നോക്കുക. 3 പോയിന്റ് SL മാർക്കറ്റ് ഇപ്പോൾ സെല്ലാണ് ഉള്ളത്, കാരണം നമ്മളെ ലൈവിലുള്ള സെക്കൻഡ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് റെസിസ്റ്റൻസ് ആണ്, ഇതും റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ലെവലിൽ നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഇന്നലെ കൊടുത്ത ലെവൽസ് ആണ് ഈ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലാണ്. നമുക്ക് മോർണിംഗിൽ സെല്ല് കിട്ടിയിട്ട് നിങ്ങൾ ടെലിഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം അതിന്റെ മേലെ നമ്മൾ ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം രാവിലെ എടുത്ത ട്രേഡിൽ ഏകദേശം 30 പോയിന്റ് വന്നു. ബൈ എടുത്ത ട്രേഡിലും മാർക്കറ്റ് 30 പോയിന്റ് വന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് പക്ക സൈഡ് വൈസ് ആയിരുന്നു. മാർക്കറ്റിൽ പ്രോപ്പറായിട്ടൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇവിടെയൊക്കെ ട്രേഡ് ചെയ്ത ആളുകൾ ഓൾമോസ്റ്റ് എല്ലാവരും ലോസ് തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര മണിക്കൂറാണ്? ഓൾമോസ്റ്റ് 7 മണിക്കൂർ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് 10 പോയിന്റിനകത്താണ് കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ വെറുതെ വാഷ് ഔട്ട് ആക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന്റെ താഴെയായിരുന്നു എന്തോന്നത് സെല്ല് വന്നിട്ടുള്ളത്. ആ ലെവൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ബൈ വന്നിട്ടുണ്ടായിരുന്നു, ഇതിന്റെ താഴെ നമുക്ക് സെല്ലും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മളെ മാർക്കറ്റിൽ ലൈവിലുള്ള ട്രാപ്പ് മീൻസ് സെക്കൻഡ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നാളത്തേക്ക് വേണമെങ്കിൽ ഈ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്യുക. പിന്നെ നിഫ്റ്റി നാളെ വെനസ്ഡേ ആണ്, നമ്മൾ സെൻസെക്സിലാണ് നാളെ മറ്റന്നാൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ അതിന്റെ ലെവൽസ് ഞാൻ വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഏകദേശം 155 സ്റ്റുഡൻസ് ഉള്ള ഗ്രൂപ്പാണ്. അതിനകത്ത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സിലെല്ലാം ട്രേഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, നിങ്ങൾക്ക് എൻ്റെ ലെവൽസ് വെച്ച് ട്രേഡ് ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്ന ഫീസ് അത് നിങ്ങൾക്ക് ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒരു ട്രേഡ് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അത്രത്തോളം ടാർഗറ്റ് നല്ല അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവൽസാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ണു അടിച്ച് ലെവൽസ് വരുമ്പോൾ ട്രേഡ് ചെയ്താൽ തന്നെ നിങ്ങൾ തന്ന ഫീസ് വിത്തിൻ 1 hour 2 hour നിങ്ങൾക്ക് റിക്കവർ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. കാരണം അത്രയും ചെറിയ ഫീസിലാണ് ഇത്രയും വലിയൊരു സ്ട്രാറ്റജി ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൂടാതെയാണ് നമ്മൾ ഈ ലൈഫ് ടൈം സപ്പോർട്ട് കൊടുക്കുന്നത് വാട്സപ്പിൽ. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ തരുന്ന ലെവൽസ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കൊടുക്കുന്നുള്ളൂ. ഈ ട്രാപ്പ് സെറ്റപ്പ് ഞാൻ എല്ലാ ദിവസം കഴിഞ്ഞ ദിവസം ഓൾമോസ്റ്റ് 1 hour സ്പെൻഡ് ചെയ്തിട്ട് പഠിപ്പിച്ചു കൊടുത്ത സെറ്റപ്പാണ്. ആ ഒരു സെറ്റപ്പിലാണ് ഇന്ന് നിഫ്റ്റി അത്രയും മൂവ്മെന്റ് കിട്ടിയത്, അപ്പ് സൈഡിലേക്ക് മൂവ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. മാക്സിമം ഫോളോ ചെയ്യുക. ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്